ഹായ് എവ്രിവൺ, വീണ്ടും ഞാൻ തക്കാളിക്ക. ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, എൻ്റെ ചാനലിൽ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻ്റ് ആണ് ഞാൻ ഇടുന്നത്, അതുപോലെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ടു മൈ വീഡിയോ. തക്കാളിക്കയുടെ ഈ ചാനലിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന കോണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കോണ്ടൻ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ഇതിനകത്ത് വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അത് ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ചാനലിൽ ഇടുന്നുണ്ടായിരിക്കാം. അതായത് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ സ്പെസിഫിക് കോണ്ടന്റിലോട്ട് പോയേക്കാം. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസിരിസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ടത്തെ അന്താരാഷ്ട്ര തുറമുഖമായിരുന്നു. അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ പോലുള്ള തുറമുഖങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഏറ്റവും ആദ്യത്തെ ഒരു പോർട്ടാണ്, തുറമുഖമായിരുന്നു ഇത്. പിന്നീട് ഇത് നശിച്ചു. അതായത് ഇവിടെ നിന്ന് കുറേ കയറ്റുമതി സാധനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുരുമുളക്, മുളക്, ചന്ദനം, അതുപോലുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു മുന്നേ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കും ഇങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസപ്രകാരം തോമാസ് ലീഹ ഇവിടെ വന്ന് ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി ആ ഒരു മതം രൂപീകരിച്ചത് ഇവിടെയാണെന്നാണ് അറിയപ്പെടുന്നത്. തോമാസ് ലീഹ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ജുമാ മസ്ജിദ്, ആദ്യത്തെ ജുമാ മസ്ജിദ് ഇവിടെയാണ്. ചേരമാൻ ജുമാ മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര്. അത് ഇവിടെയാണ് ഫസ്റ്റ് രൂപീകരിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ജുമാ മസ്ജിദ്, ചേരമാൻ ജുമാ മസ്ജിദ്. അത് ഇന്ത്യയിലാണോ ലോകത്തിലാണോ ആദ്യത്തെ മസ്ജിദ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മതിലുകളിലൊക്കെ കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മാത്രമല്ല, മിക്ക സ്ഥലത്തും മതിലുകളിൽ ഇങ്ങനത്തെ കുറച്ച് ഡ്രോയിങ്സൊക്കെ വെച്ചിട്ടുണ്ട്, പണ്ടത്തെ കപ്പലുകളും പിന്നെ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം. പിന്നെ ഈ പോർട്ട് നശിച്ചു പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടുണ്ടായിരുന്ന പ്രളയത്തിൽ ഇത് മണ്ണിനടിയിൽ പോയിട്ട് പിന്നെ ആ പോർട്ട് കൊച്ചിയിലേക്ക് മാറ്റി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നെ ഇവിടുന്ന് പലായനം ചെയ്ത് പോയി. അതുകൊണ്ട് ഇവരുടെ കുറേ സെമിട്രീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞൊരറിവ് എൻ്റെ ചെറിയൊരു അറിവാണ്. ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളിടയ്ക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു 30 to 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ ചെയ്താൽ ഇവിടെ വരാം. നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല കാമായിട്ടിരിക്കാം. ഇന്നിപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ മുന്നേ വരുന്ന സമയത്തൊന്നും അധികം ആൾക്കാർ ഇവിടെ വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചധികം ആൾക്കാരായി തുടങ്ങി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇരിക്കാനും സ്പേസൊക്കെ ആയി തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഇപ്പോൾ ആയി തുടങ്ങി. ഒന്നും കൂടെ നേരം വൈകി കഴിഞ്ഞാൽ, ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർ വന്നു തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത്രയും നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. ഇത്രയും എന്ന് വെച്ചാൽ നമുക്ക് ഒരു സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നോക്കിയിരുന്നാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ജസ്റ്റ് കാമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റും. ഒന്നും ചിന്തിക്കാണ്ട് ആ കായലിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ പറ്റും. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സൈഡ് മാത്രമാണ്, ഒരു അറ്റം മാത്രമാണ്. ഇതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയാൽ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്. ഇവിടെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം, നമ്മുടെ മറിയം ജോസ് സിനിമയിൽ മറിയത്തിൻ്റെ വീടാണിത്. ഈ കാണുന്ന മരത്തിലാണ് മറിയത്തിൻ്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി മരിച്ചത്. അങ്ങനെയാണ് അവർക്ക് ഒരുമിക്കാൻ പറ്റാണ്ടായതൊക്കെ. ഇതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. നമുക്കിപ്പോൾ കാമായിട്ടിരിക്കണം എന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഞാനും ചേട്ടനും മുന്നേ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വേറെല്ലാം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇരിക്കാനും സ്പേസ് ഉണ്ട്, കാമായിട്ടിരിക്കാം, സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു പ്രൈവസി ഉണ്ടായിരുന്നു ആ വരുന്ന സമയത്ത്. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്കത് കിട്ടില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഇവിടെ ഡേ ടൈമിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 9 to 5 ആണ് അതിൻ്റെ ടൈം. നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് വേണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയില്ല. അവിടെ നിന്ന് പോന്നു. അവിടെ എന്തോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ നൈറ്റിലാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നും പോയി തുടങ്ങിയിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്ന സമയമാകുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചപ്പോൾ അവിടെ കുറച്ച് ഗ്യാങ് പിള്ളേർ എന്നിട്ട് പാട്ടൊക്കെ പാടി വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയെന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.